മുനമ്പം കമ്മീഷൻ്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. ജസ്റ്റിസ് CN രാമേന്ദ്രൻ തന്നെ നേരിട്ട് പറഞ്ഞത്. ജസ്റ്റിസ് CNR കേരള ഹൈക്കോടതിയിലെ സമർത്ഥനായൊരു ജഡ്ജിയായിരുന്നു. അദ്ദേഹത്തിന് ഈ പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നത് നിർഭാഗ്യകരമാണ്. കാരണം ഇതിൻ്റെ ഉത്തരവാദി സംസ്ഥാന സർക്കാരാണ്. കാരണം സംസ്ഥാന സർക്കാരിന് അറിയാം ഈ കമ്മീഷൻ കൊണ്ട് ഒരു കാര്യമില്ലെന്ന്. 2 അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ വന്നു. 2 അനുഭവങ്ങളിലെ 2 സാക്ഷിമൊഴികൾ, സാക്ഷ്യപ്പെടുത്തലുകൾ. ഒന്ന് ഹൈക്കോടതി തന്നെ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് അദ്ദേഹത്തിൻ്റെ ബെഞ്ചിലാണ് ഈ കമ്മീഷൻ്റെ നിയമനത്തെ ചോദ്യം ചെയ്തിരിക്കുന്നത് ആരാന്നറിയോ? സത്യത്തിൽ ഞാൻ ആഗ്രഹിച്ചത് മുനമ്പത്തെ ആളുകളുണ്ടല്ലോ, അവർ തന്നെ ഈ കമ്മീഷനെ ചോദ്യം ചെയ്യണമെന്നായിരുന്നു. കാരണം കമ്മീഷൻ ആളുകളെ പറ്റിക്കാനാണ്. ആ പറ്റിക്കാനൊരു കമ്മീഷൻ ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാടെടുത്ത് ഇങ്ങനൊരു കമ്മീഷൻ വേണ്ട, ഞങ്ങൾക്ക് വേണ്ട പരിഹാരമാണ് എന്ന നിലപാടുമായി മുനമ്പം സമരസമിതി ഹൈക്കോടതിയിൽ പോകേണ്ടതായിരുന്നു. പക്ഷേ മുനമ്പംകാരെ അവിടുന്ന് കുടിയിറക്കിയേ അടങ്ങൂ എന്ന് വാശി പിടിക്കുന്ന വഖഫ് സംരക്ഷണ സമിതിക്കാരാണ് കമ്മീഷനെ ചോദ്യം ചെയ്ത് ഹൈക്കോടതിയിൽ പോയത്. എന്നിട്ട് അവർ പറഞ്ഞു ഈ കമ്മീഷന് ഈ കാര്യത്തിൽ ഇടപെടാൻ അധികാരമില്ല. ഇത് കാരണം വഖഫ് നിയമം എന്ന് പറഞ്ഞ കേന്ദ്ര നിയമമാണ്. കേന്ദ്ര നിയമത്തിൽ ഒരു ജുഡീഷ്യൽ കമ്മീഷന് എന്ത് ചെയ്യാൻ പറ്റും എന്ന വാദം പ്രധാനമായി ഉന്നയിച്ചാണ് ഇവർ ഹൈക്കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് എന്ന് പറയുന്ന ജഡ്ജി കേരള ഹൈക്കോടതിയിലെ ഏറ്റവും മിടുക്കനായ ജഡ്ജിയാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ജസ്റ്റിസ് KT തോമസ് സുപ്രീം കോടതിയിലെ അതിപ്രഗത്ഭനായ ന്യായാധിപനായിരുന്നു. അപ്പോൾ ഒരു പാരമ്പര്യമായി ഒരു ജൂറിസ്റ്റായിട്ടുള്ള ഒരു കുടുംബത്തിലെ കന്യാണ് ബച്ചു കുര്യൻ തോമസ്. അദ്ദേഹത്തിന് തൻ്റെ മുന്നിൽ വരുന്ന കേസിൻ്റെ മെറിറ്റ് നോക്കി കൃത്യമായി കാര്യങ്ങൾ മുഖം നോക്കാതെ പറയാനറിയാം. അതുകൊണ്ട് തന്നെ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനെതിരെ അദ്ദേഹം ഒരു മയപ്പെടുത്തിയാണെങ്കിലും പറഞ്ഞ് ഈ കമ്മീഷൻ എന്താ അധികാരമുള്ളതെന്ന് ചോദിച്ചു. കാരണം അദ്ദേഹം പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇത് കേന്ദ്ര നിയമമാണ്. രണ്ടാമത്തെ കാര്യം, അവിടുത്തെ ഭൂമി വഖഫ് ഭൂമിയാണെന്ന് പറവൂര കോടതി പറഞ്ഞു. ആ കോടതി വിധി ഹൈക്കോടതി ശരിവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കോടതി ഒരു സിവിൽ കേസിൽ വിധി പറഞ്ഞിരിക്കെ ജുഡീഷ്യൽ കമ്മീഷന് എന്ത് ചെയ്യാൻ കഴിയും? ജുഡീഷ്യൽ കമ്മീഷന് ഒരധികാരവുമില്ല എന്ന് കോടതി വാദത്തിനിടെ അസന്നിഗ്ധമായി പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് കോടതി അതുകൂടാതെ ഒന്നുകൂടെ പറഞ്ഞു, ഇതൊരു ഐവാഷാണ്. ഐവാഷിന് ഇംഗ്ലീഷിലെ അർത്ഥം കണ്ണ് കഴുകലാണെന്നെങ്കിലും മലയാളത്തിൽ അതിൻ്റെ മീനിങ് കണ്ണിൽ പൊടിയിടലാണ്. കാരണം മുനമ്പത്തെ യഥാർത്ഥ പ്രശ്നം എന്താണെന്ന് മറച്ചു വെച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു സർക്കാർ എന്ന് ഭാവിക്കാൻ വേണ്ടി നടത്തിയ ഒരു നാടകമാണ്. അതുകൊണ്ടാണ് ഐവാഷ് എന്ന് കോടതി പറഞ്ഞത്. അത് വലിയ തിരിച്ചടിയായി. ശരിക്കും എനിക്ക് തോന്നുന്നത് ഈ ജസ്റ്റിസ് CN രാമേന്ദ്രൻ നായർ CNR അദ്ദേഹം കേരള ഹൈക്കോടതിയിലെ ആക്ടിംഗ് ചീഫ് വരെയൊക്കെ ആയിരുന്ന ആളാണ്. അദ്ദേഹത്തെ പോലൊരു മുതിർന്ന ജഡ്ജിയെ അപമാനിക്കേണ്ട എന്നൊരു പക്ഷേ ഹൈക്കോടതി കരുതിയിട്ടുണ്ടായിരിക്കാം. ഒരുപക്ഷെ ആ സീറ്റിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നു ഒരു ജഡ്ജിയെങ്കിൽ ഞാൻ ചോദിച്ചത് ഒരധികാരവും ഇല്ല, ഇതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എങ്കിൽ എന്തിനാണ് ബഹുമാന്യനായ റിട്ടയേർഡ് ജഡ്ജി ഈ കമ്മീഷനായിട്ട് വന്നിരിക്കുന്നത് എന്ന് കോടതി ചോദിക്കാതെ പോയത് ഒരുപക്ഷെ ഈ മുതിർന്ന ന്യായാധിപനോടുള്ള ബഹുമാനം കൊണ്ടായിരിക്കാം. മനസ്സിലായില്ലേ? അത് എന്തായാലും ജുഡീഷ്യൽ കമ്മീഷന് വലിയ തിരിച്ചടിയായിരുന്നു. പ്രതികൂലമായ പരാമർശമായിരുന്നു കോടതിയിൽ നിന്നുണ്ടായത്. അതിനുശേഷം എന്താ സംഭവിച്ചത്? കേരള സർക്കാരിനോട് വിശദീകരണം ചോദിച്ചു. സർക്കാർ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഒരു പത്രിക കൊടുത്തു കോടതിയിൽ. അങ്ങനെയാണ് പറഞ്ഞത്. സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് പത്രിക കൊടുക്കുകയെന്ന് പറഞ്ഞത്. പത്രിക കൊടുത്തപ്പോൾ പറഞ്ഞു, ഇത് ഞങ്ങൾ ഈ കമ്മീഷൻ അധികാരമൊന്നുമില്ല, ഞങ്ങൾ പിന്നെ ഇതിൻ്റെ വസ്തുതയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ അങ്ങ് വെച്ച്, ചുമ്മാ ഒരു കമ്മീഷനെ വെച്ചു എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. അത് സത്യത്തിൽ ജസ്റ്റിസ് CNRന് ബച്ചു കുര്യൻ തോമസ് ജസ്റ്റിസിൻ്റെ ബെഞ്ചിൽ നിന്നുണ്ടായ പരാമർശത്തെക്കാളും മാരകമായ ഒരു ആഘാതമാണ്. അതെ. കാരണം ഈ കമ്മീഷന് പ്രത്യേക അധികാരമൊന്നുമില്ല. ചുമ്മാ ഒരു ടൈംസ് ഓഫ് റെഫറൻസ് ഒക്കെ വെച്ചിട്ട് അതിൻ്റെ ഫാക്റ്റ് ഫൈൻഡിങ് എന്താണ്? ഈ ഭൂമി വഖഫാണോ അല്ലയോ എന്ന ഫാക്റ്റാണ് കണ്ടെത്തേണ്ടത്. എന്തൊക്കെ പറഞ്ഞാലും മുനമ്പത്തെ ഈ 400 ഏക്കറോ 200 ഏക്കറോ ഉള്ള ഭൂമി വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് കണ്ടെത്തുക എന്നതാണ് ആത്യന്തികമായ ലക്ഷ്യം. ടൈംസ് ഓഫ് റെഫറൻസിൽ എന്ത് പറഞ്ഞാലും ആണല്ലോ. അതിൻ്റെ അപ്പോൾ 2 കോടതി വിധികൾ ഏതാണ്? ഒന്ന് പറവൂർ കോടതിയുടെയും ഒന്ന് ഹൈക്കോടതിയുടെയും വിധികളുണ്ട് ഇത് വഖഫാണെന്ന് പറഞ്ഞ്. ആ വിധി എങ്ങനെ വന്നു എന്നുള്ളത് നിൽക്കട്ടെ, ആ വിധി വന്ന വഴിയാണ് ഇവിടെ തർക്കം. ആ വിധി കെട്ടിച്ചമച്ചതല്ല, വ്യാജമായ രേഖകൾ കൊടുത്ത് ഉണ്ടാക്കിയെടുത്ത വിധിയാണെന്നുള്ളതാണ് തർക്കം. വഖഫ് ഭൂമി അല്ലാത്തൊരു ഭൂമി വഖഫാണെന്നുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി വ്യാജമായി സമർത്ഥിച്ച് പറവൂർ കോടതിയിൽ നിന്നും ഹൈക്കോടതി വിധി വാങ്ങി. ഇനി ആ വിധിക്ക് ആധാരമായ വസ്തുതകൾ ഫാക്ച്വലി ശരിയല്ല, വ്യാജമാണെന്ന് തെളിയിക്കാൻ
പറ്റണം. അപ്പോഴേ അങ്ങനെ തെളിയിക്കപ്പെടുന്നത് വരെ ആ വിധി നിൽക്കും അല്ലേ? അതെ. അപ്പോൾ ജസ്റ്റിസ് CNR കമ്മീഷൻ നോക്കുമ്പോൾ നിലവിൽ ഹൈക്കോടതിയിൽ ഒരു വിധിയുണ്ട്. ആ വിധിയെ മറികടക്കാൻ ഇദ്ദേഹം ഒരു റിട്ടയർഡ് ജഡ്ജിയാണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. കമ്മീഷൻ അതിനുള്ള അധികാരമൊന്നുമില്ല. അപ്പോൾ കമ്മീഷൻ്റെ ഫൈൻഡിങ് എന്താണെന്ന് ഇപ്പം തന്നെ വ്യക്തമാണ്. എന്തുകൊണ്ടാണ്? ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഹൈക്കോടതിയുടെ വിധി അപ്പീൽ പോവുകയോ അത് റദ്ദാക്കപ്പെടുകയോ ചെയ്തിട്ടില്ലാത്തതിനാൽ ആ വിധിയാണ് ഇപ്പോൾ നിലവിലുള്ള സ്റ്റാറ്റസ്, ലീഗൽ സ്റ്റാറ്റസ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാം, പക്ഷേ എന്നാൽ കമ്മീഷനും അറിയാം, സർക്കാരിനും അറിയാം. അപ്പോൾ ഒരു ജനങ്ങളെ ഒന്ന് പറ്റിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങി തിരിച്ചു. പക്ഷേ ഹൈക്കോടതി വടിയെടുത്തു അല്ലേ? ഹൈക്കോടതി വടിയെടുത്തു. ഇതാണ് സുപ്രീം കോടതി ഉണ്ടല്ലോ, ഈ ജുഡീഷ്യൽ കമ്മീഷൻ അംഗങ്ങളായിട്ട് ജഡ്ജിമാർ പോകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇല്ല, പ്രത്യേകിച്ച് അധികാരമൊന്നും ഇല്ലല്ലോ അല്ലേ? പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല. മാത്രമല്ല ജുഡീഷ്യൽ കമ്മീഷൻ ആയിരിക്കുമ്പോൾ ഹൈക്കോടതി ജഡ്ജിയുടെ പ്രത്യേക പ്രിവിലേജ് ഒന്നും കിട്ടത്തില്ല. ഈ കമ്മീഷനേക്കാളും തെറി പറയും. അതുകൊണ്ട് ഇങ്ങനെ മുമ്പ് ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു കോപ്പറേറ്റീവ് കേസിലാണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ പറ്റില്ല, ഞാൻ മറന്നുപോയി. വർഷങ്ങൾക്ക് മുമ്പ് സുപ്രീം കോടതി പറഞ്ഞു ഇനി സിറ്റിംഗ് ജഡ്ജിമാരൊന്നും കമ്മീഷനായിട്ട് പോവണ്ട എന്ന് പറഞ്ഞു. അതുകൊണ്ട് പോകേണ്ടതില്ല, ഓർഡറല്ല, സുപ്രീം കോടതിയിൽ പരാമർശമുണ്ടായി ഇന്ന കാര്യങ്ങൾ. കാരണം ഒന്ന് സിറ്റിംഗ് ജഡ്ജി കമ്മീഷനായിട്ട് പോയാലും ജഡ്ജി സിറ്റിംഗ് ജഡ്ജി ആണെങ്കിലും കമ്മീഷൻ റിപ്പോർട്ടിന് ഒരു വാലിഡിറ്റി ഇല്ല. സർക്കാർ വേണേൽ എടുത്ത് തോട്ടിക്കളയാം, നടപ്പാക്കാതിരിക്കാം. ഒരു റെക്കമെൻഡേഷൻ അപ്പുറത്ത് ഒരു വിലയില്ല എന്തിന്? അന്വേഷണ കമ്മീഷനുകൾക്ക്. അപ്പോൾ കമ്മീഷനുകളുടെ വിധിക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫൈൻഡിങ്സിന് വെറും ശുപാർശകൾ മാത്രമാണ്. അപ്പോൾ ഒരു സ്ഥിരം റിട്ടയർഡ് അല്ല, നിലവിലുള്ള ഒരു ഹൈക്കോടതി ജഡ്ജി അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി പോയി കഷ്ടപ്പെട്ട് കമ്മീഷൻ റിപ്പോർട്ടൊക്കെ നടത്തി പഠനമൊക്കെ നടത്തി റിപ്പോർട്ട് കൊടുത്താൽ സർക്കാരിന് അംഗീകരിക്കാതിരിക്കാം. അപ്പോൾ ആ ജഡ്ജിയുടെ ഒരു സ്റ്റാറ്റസിന് കുറവാണ്. പിന്നെ ഒരു സിറ്റിംഗ് ജഡ്ജായിട്ട് പോകുമ്പോൾ കോടതിയിലെ കേസുകൾ കളഞ്ഞിട്ട് വേണം പോകാൻ. ഇപ്പോൾ ഇനി കേസുകൾ കെട്ടിക്കിടക്കുന്നതുകൊണ്ട് റിട്ടയർഡ് ജഡ്ജിമാരെ വീണ്ടും ഹൈക്കോടതികൾ ക്രിമിനൽ കേസുകൾ കേൾക്കാൻ വേണ്ടി നിയമിക്കാൻ ഇപ്പോൾ സുപ്രീം കോടതി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുക. ഇപ്പോഴത്തെ അവസ്ഥയാണ്, പണ്ടും ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് കേസുകൾ കെട്ടിക്കിടക്കുമ്പോൾ ജഡ്ജിമാരെ വിടുന്നത് ശരിയല്ല. ഇവർക്ക് വിലയില്ലാത്തതുകൊണ്ട്, ഇവരുടെ ഉത്തരവിനെ മാനിക്കാത്തതുകൊണ്ട്, ജുഡീഷ്യൽ കമ്മീഷൻ്റെ കണ്ടെത്തലുകളെ സർക്കാരുകൾ മാനിക്കാത്തതുകൊണ്ട് പോവണ്ട എന്ന് വർഷങ്ങൾക്ക് മുമ്പേ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം സിറ്റിംഗ് ജഡ്ജിമാരാരും അങ്ങനെ പോവാറില്ല. എൻ്റെ ഓർമ്മയിൽ ജസ്റ്റിസ് G. ശശിധരൻ അദ്ദേഹമാണ് ഒരുപക്ഷെ ഈ സുപ്രീം കോടതി ഇങ്ങനൊരു അഭിപ്രായ പ്രകടനം നടത്തിയതിന് ശേഷവും കമ്മീഷനായിട്ട് പോയ ഒരു ജഡ്ജി. അദ്ദേഹം മറ്റേ നളിനി നെറ്റോയുടെ ഒരു കേസില്ലായിരുന്നു, നീലൻ ലോഹിതദാസ് നാടാരുമായിട്ടുള്ള കേസ്. ആ കമ്മീഷനിൽ സിറ്റിംഗ് ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ശശിധരൻ ഹൈക്കോടതി മുറിയിൽ തന്നെ കമ്മീഷൻ സിറ്റിംഗ് നടത്തുമായിരുന്നു. ഞാനന്ന് മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ ഈ നീലൻ ഇഷ്യൂ റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ആ കമ്മീഷൻ സിറ്റിംഗ് നടക്കുന്ന എല്ലാ സിറ്റിങ്ങിലും പോയി. കാരണം ഞാൻ പ്രവർത്തിച്ചിരുന്ന മാധ്യമത്തിന് കേരളകൗമുദി ദിനപത്രമാണ്. കേരളകൗമുദിക്ക് ആ കേസിൽ പ്രത്യേക താല്പര്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ കമ്മീഷൻ്റെ റിപ്പോർട്ട്, കമ്മീഷൻ പ്രൊസീഡിങ്സ് വള്ളിപുള്ളി വ്യത്യാസമില്ലാതെ എല്ലാ ദിവസവും റിപ്പോർട്ട് ചെയ്യണമെന്നായിരുന്നു നിർദ്ദേശം. അതുകൊണ്ട് എല്ലാ ദിവസവും പോകുമായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ജുഡീഷ്യൽ കമ്മീഷനായിട്ട് പ്രവർത്തിച്ച കമ്മീഷനുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് അത്ര ഓർമ്മ കിട്ടുന്നില്ല. ശശിധരൻ കമ്മീഷൻ ഉണ്ടായിരുന്നു, സിറ്റിംഗ് ജഡ്ജിമാരും പിന്നെ പോയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. ഏതായാലും അതിനുശേഷമാണ് പിന്നെ റിട്ടയർഡ് ജഡ്ജിമാരൊക്കെ പോകുന്നുണ്ട്. കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒരു കമ്മീഷനെ കേരള സർക്കാർ നിയോഗിച്ചു. ആ കമ്മീഷനെ കണ്ടം വഴി ഓടിച്ചു ഹൈക്കോടതി. എന്നിട്ടും കമ്മീഷൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ, കമ്മീഷൻ്റെ ഓഫീസൊക്കെ ഉണ്ട്. പക്ഷേ പ്രവർത്തനമൊക്കെ ഉണ്ടോ? കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ചിട്ടില്ല. കമ്മീഷനുണ്ട്, കമ്മീഷനെ ഏൽപ്പിച്ച പണി ചെയ്യുന്നില്ല. അപ്പോൾ രാഷ്ട്രീയ നിയമനമാണ് ചിലപ്പോൾ ഈ കമ്മീഷൻ നിയമങ്ങളായിട്ട് സർക്കാരിന് താല്പര്യമുള്ള ഒരു ജഡ്ജിയെ വെച്ച് സർക്കാരിന് താല്പര്യമുള്ള ഒരു വിഷയം അന്വേഷിക്കുക, അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസി EDക്കെതിരെ അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു. അതിലൊരു റിട്ടയർഡ് ജഡ്ജി പോയിരിക്കുന്നു. ആ ജഡ്ജിക്ക് ഇത് കോടതി സ്റ്റേ ചെയ്യുമെന്ന് അറിയാം. എന്നാൽ പോലും ഞാൻ അവിടെ നിന്ന് ഇരുന്നേക്കാം, ഒരു കമ്മീഷനായിട്ടിരിക്കാം, റിട്ടയർമെൻറ്റ് ലൈഫല്ലേ, ആസ്വദിക്കാം എന്ന് കരുതുന്ന ചില ജഡ്ജിമാരും ഉണ്ടാവും. ഏതായാലും CNRനെ സംബന്ധിച്ച് CNR പ്രഗത്ഭനായ ജഡ്ജിയാണ്. നമ്മുടെ ഡാം സുരക്ഷാ കമ്മീഷൻ്റെ അധ്യക്ഷനൊക്കെ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ പല പ്രശംസനീയമായ പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, എനിക്ക് അദ്ദേഹത്തെ പേഴ്സണലി അറിയാവുന്ന ആളാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞതുപോലെ വളരെ മികച്ച ന്യായാധിപനാണ്. അദ്ദേഹം എന്തിനാണ് ഈ പൊറാട്ട് നാടകത്തിന് കൂട്ടുനിന്നത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാരണം അദ്ദേഹം അത് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഒരു മാധ്യമ പ്രവർത്തകൻ എന്നല്ല അദ്ദേഹത്തിൻ്റെ കോടതി നടപടികൾ. ഞാൻ ഹൈക്കോടതിയിൽ പത്രത്തിൻ്റെ നിയമകാര്യ ലേഖകൻ എന്ന നിലയിൽ പ്രവർത്തിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. അദ്ദേഹം വളരെ കണിശമായി നിയമം നോക്കി മാത്രം ചെയ്യുന്ന ഒരാളാണ്. ഇതൊരു സർക്കാർ ഒരു പ്രഹസന നാടകമാടുമ്പോൾ അതിലൊരു കഥാപാത്രമായി അദ്ദേഹം മാറേണ്ടിയിരുന്നില്ല. ഏതായാലും ജുഡീഷ്യൽ കമ്മീഷൻ ഇനിയിപ്പോൾ സർക്കാരിൻ്റെ
സർക്കാരിൻ്റെ അല്ല, സർക്കാരിൻ്റെ നിലപാട് കോടതി പറഞ്ഞു കഴിഞ്ഞു. കാരണം ഈ കമ്മീഷൻ ചുമ്മാ ഒരു കമ്മീഷനാണെന്ന് സർക്കാർ പറഞ്ഞു കഴിഞ്ഞു. ഇനി കേസിൽ കോടതി പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം, എന്നിട്ട് ഇനി പ്രവർത്തിക്കുന്നുള്ളൂ എന്ന് പറയുന്ന ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. സർക്കാർ എന്തിനാണ് വിരമിച്ച ജഡ്ജിമാരെ കൊണ്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യിച്ച് അവരുടെ ഒരു ക്രെഡിബിലിറ്റിക്ക്, അവരുടെ ഒരു അന്തസ്സിന് ഹാനി ഉണ്ടാക്കുന്ന തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നറിയില്ല. സർക്കാരിന് രാഷ്ട്രീയ നേട്ടമാണ്. അവിടെ വന്നിട്ട് മുനമ്പംകാരെ എല്ലാവരും പറ്റിക്കുകയാണ്. അക്കൂട്ടത്തിൽ സർക്കാരും ഒരു കമ്മീഷൻ ഉണ്ടാക്കി മുന്നിലിട്ട് കൊടുത്തിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഈ കമ്മീഷൻ പരിഹരിക്കുമെന്ന് പറഞ്ഞ ഒരു നാടകം പൊളിഞ്ഞു വീണിരിക്കുന്നു. മുനമ്പംകാരെ സംബന്ധിച്ച് അവർ പറയുന്നത് പോലെ ആകെയുള്ള പരിഹാരം നിയമഭേദഗതിയാണ്. പിന്നെ അതല്ലാതെ ഭേദഗതിയൊക്കെ ഉണ്ട്. ആ ഭേദഗതി പിണറായി സർക്കാർ നടപ്പാക്കില്ല. വി ഡി സതീശൻ 10 മിനിറ്റ് മതി എന്ന് പറയും. 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന എന്താണെന്ന് പറയത്തില്ല. 10 മിനിറ്റ് കൊണ്ട് തീർക്കാം എന്ന് സതീശൻ പറയുന്നുണ്ട്. സതീശൻ അസംബ്ലി പറയും മുനമ്പംകാരുടെ കാര്യമെന്ന് പറഞ്ഞു, ഡേറ്റൊക്കെ പറഞ്ഞു. ഇന്ന് വരെ അസംബ്ലി ഒരു അക്ഷരം കമാന്ന് വേണ്ടിയിട്ടില്ല. ആകെ അസംബ്ലി ചെയ്തത് മുനമ്പംകാർക്കെതിരെ ഒരു പ്രമേയം പാസ്സാക്കിയെടുത്തു. 150 പേര് ഒരുമിച്ച് പ്രമേയം പാസ്സാക്കി. മുനമ്പംകാരെ കുടിയിറക്കണം എന്ന് പരോക്ഷമായി പറയുന്ന ഒരു പ്രമേയം പാസ്സാക്കിയെടുത്തു. എന്നാൽ മുനമ്പത്തെ ഇഷ്യൂ ഇത് കേരളം മുഴുവൻ എറണാകുളത്തുനിന്ന് ആരംഭിച്ച്, ഞാനൊരു വീഡിയോ കണ്ടു കേട്ടോ, സതീശൻ എറണാകുളത്തു നിന്നുള്ള മുനമ്പംകാർക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടൊരു ജാഥ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നു. ജാഥ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് നിൽക്കുന്ന ഹൈബി പറയുന്നത് എറണാകുളത്തുനിന്ന് പറയുന്നുണ്ട്. ഉടനെ എറണാകുളത്തുനിന്ന് പ്രസംഗിക്കുന്നുണ്ട്. ഇതുവരെ ആ ജാഥ തുടങ്ങിയതായിട്ടും ജാഥ എവിടെ ചെന്നു എന്ന് അവസാനിച്ചതായിട്ടും കണ്ടിട്ടില്ല. മുനമ്പംകാർക്ക് ഇങ്ങനെ വാഗ്ദാന പെരുമഴകളാണ് രാഷ്ട്രീയക്കാർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സതീശൻ അറിയാം ആ 10 മിനിറ്റിൽ തീർക്കാവുന്ന പരിഹാരം എന്താണെന്ന്. ഒറ്റക്കാരിയേ ഉള്ളൂ, സർക്കാർ നിയമിച്ചതാണ് നിസാർ കമ്മീഷൻ. VS അച്യുതാനന്ദൻ കമ്മീഷൻ ഉണ്ടാക്കിയെടുത്തതാണ് നിസാർ കമ്മീഷൻ. നിസാർ കമ്മീഷൻ റിപ്പോർട്ടും അംഗീകരിക്കേണ്ട ഒരു ബാധ്യതയും ആർക്കില്ല, സർക്കാരിനില്ല. നിസാർ കമ്മീഷൻ്റെ റിപ്പോർട്ട് ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ മുനമ്പം ഭൂമി വഖഫ് ഭൂമി എല്ലാം ഉണ്ടാവും. അത് സർക്കാർ ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ ഈ കോടതിയിൽ പരിഗണനയ്ക്കിരിക്കുന്ന ഹൈക്കോടതിയിലെ കേസിൽ സർക്കാർ ഒരു അഫിഡവിറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു പത്രിക കൊടുത്തിട്ട് പറയുക മുനമ്പം ഭൂമി വഖഫ് ഭൂമിയല്ല എന്ന് സർക്കാരിന് വേണ്ടി സർക്കാർ നിയമിച്ച CPMകാരനായ വഖഫ് ബോർഡ് ചെയർമാൻ ഇരിക്കുന്ന വഖഫ് ബോർഡ് മുനമ്പത്തെ ഭൂമിയിൽ ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറഞ്ഞാൽ മുനമ്പം പ്രശ്നം തീരും. നമ്മളത് UP കണ്ടു. ഉദയപ്രതാപ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജിന് അവകാശവാദം ഉന്നയിച്ചു. ഒടുവിൽ വഖഫ് ബോർഡ് തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ട, വേണമെങ്കിൽ ചെയ്യാം, 10 മിനിറ്റിൽ തീർക്കും എന്ന് പറയുന്നത് സതീശൻ പറയുന്ന സത്യമാണ്. 10 മിനിറ്റ് മതി. 10 മിനിറ്റ് കൊണ്ട് എങ്ങനെ പരിഹരിക്കുമെന്ന് പറയാനുള്ള ധൈര്യം സതീശനില്ലാത്തതാണ് പിണറായിയുടെ ബലം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.